ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ സിലാ ബീനത്തി ലഡ്കിയ എന്ന പാഠഭാഗത്തെ ടെക്സ്റ്റ് ബുക്ക് ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളും പരിചയപ്പെടാം. ചോദ്യം 1. ഖാലി ഖേത് മേം ലഡ്കിയാം ക്യോ മാത്തി ഹോങ്കി? ഒഴിഞ്ഞ പാടങ്ങളിൽ പെൺകുട്ടികൾ എന്തിനാണ് വരുന്നത്? ഉത്തരം: ലഡ്കിയാം ഖേതോ മേ ബച്ചാ ഹുവാ അനാജ് സില ബീൻനെ കേ ലിയേ ആതി ഹൈ. പാടങ്ങളിൽ ബാക്കിയായി കിടക്കുന്ന നെൽമണികൾ സില പെറുക്കാനാണ് പെൺകുട്ടികൾ വരുന്നത്. ചോദ്യം 2. ധാന കോ പഹചാൻനെ കി ക്ഷമത ലഡ്കിയോं को कैसे मिली होगी? നെല്ലിനെ തിരിച്ചറിയാനുള്ള കഴിവ് പെൺകുട്ടികൾക്ക് എങ്ങനെ ലഭിച്ചു കാണും? ഉത്തരം: खेतों में काम करने के अनुभव और प्रकृति से जुड़ाव के कारण उन्हें यह क्षमता मिली. പാടത്തിലെ ജ്യോതിപരിചയത്തിലൂടെയും പ്രകൃതിയോടുള്ള ബന്ധത്തിലൂടെയുമാണ് അവർക്ക് ഈ കഴിവ് ലഭിച്ചത്. ചോദ്യം 3. പീലി ധൂപ് മേൻ ഉൻകി ഹസി और गुनगुनाहट इन पंक्तियों का लड़कियों के जीवित से क्या संबंध है? മഞ്ഞവേലിൽ അവരുടെ ചിരിയും പാട്ടും ഈ വരികൾക്ക് പെൺകുട്ടികളുടെ ജീവിതവുമായുള്ള ബന്ധമെന്ത്? ഉത്തരം: यह दिखाता है कि लड़कियां कठिन परिश्रम और गरीबी में भी खुश रहना जानती हैं. കഠിനാധ്വാനത്തിനിടയിലും ദാരിദ്ര്യത്തിലും അവർ സന്തോഷത്തോടെ ഇരിക്കാൻ അറിയുന്നവരാണ് എന്നു ഇത് കാണിക്കുന്നു. ചോദ്യം 4. ജൽപാങ്കിയോं के चोंच मारने और लड़कियों के सिला बीनने में क्या संबंध है? ചോദ്യം: നീർപക്ഷികൾ കൊത്തുന്നതും പെൺകുട്ടികൾ കതിർ പെറുക്കുന്നതും തമ്മിലുള്ള ബന്ധമെന്ത്? ഉത്തരം: जैसे पक्षी के जाने के बाद उसका संगीत रहता है, वैसे ही लड़कियों के जाने के बाद भी उनका प्रभाव खेतों में बना रहता है. പക്ഷി പറന്നുപോയാലും അതിന്റെ സംഗീതം ബാക്കിയാകുന്നതുപോലെ പെൺകുട്ടികൾ പോയാലും അവരുടെ സാന്നിധ്യം ആ പാടങ്ങളിൽ അനുഭവപ്പെടുന്നു. പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റികൾ നോക്കാം. ഗതിവിധിയ പ്രവർത്തനങ്ങൾ. ചോദ്യം 1. മിനാൻ കരീം ചേരുംപടി ചേർക്കുക. ഉത്തരം ഞാൻ കാണിക്കാം. രംഗീൻ ചിഡിയാം സിലാ ബീനത്തി ലഡ്കിയാം. വർണ്ണപക്ഷികൾ എന്നത് സില പെറുക്കുന്ന പെൺകുട്ടികളെ സൂചിപ്പിക്കുന്നു. ഗുലാബി റോഷ്നി ഫൈലത്തി പ്രസന്നത. പിങ്ക് പ്രകാശം എന്നത് അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷമാണ്. ചോഞ്ച് മാർന ഖാനേ കി തലാഷ്. കൊക്കുകൊണ്ട് കൊത്തുന്നത് ഭക്ഷണത്തിനായുള്ള തിരച്ചിലിനെ സൂചിപ്പിക്കുന്നു. പീലി ധൂപ് ജിന്ദഗി കാ തീഖാപ്പൻ. മഞ്ഞവെയിൽ എന്നത് ജീവിതത്തിന്റെ കാഠിന്യത്തെയും കഷ്ടപ്പാടിനെയും സൂചിപ്പിക്കുന്നു. ചോദ്യം 2. കവിത കെ ആധാർ പർ സഹി ആശയ ചുൻകർ ലിഖേं. കവിതയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആശയം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം: സില ബീനനെ കേ ലിയേ ലഡ്കിയാ ഖേത് മേ ആതി ഹൈ. സില പെറുക്കുന്നതിനായി പെൺകുട്ടികൾ പാടങ്ങളിൽ വരുന്നു. ലഡ്കിയോं के चेहरे की गुलाबी रोशनी धरती पर फैलती है. പെൺകുട്ടികളുടെ മുഖത്തിലെ പിങ്ക് പ്രകാശം ഭൂമിയിലാകെ പടരുന്നു. लौटने के बाद भी खेत में लड़कियों की उपस्थिति भरी रहती है. പെൺകുട്ടികൾ മടങ്ങിപ്പോയാലും പാടങ്ങളിൽ അവരുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. കേവൽ ഏക് ജൂൺ കി ബാലിയാ ലേക്കർ ലഡ്കിയാ ഘർ ലോട്ട്തി ഹൈ. ഒരു ജൂൺ നെൽക്കതിരുകൾ മാത്രം എടുത്തുകൊണ്ടാണ് പെൺകുട്ടികൾ വീട്ടിലേക്ക് മടങ്ങുന്നത്. ഇനി അവസാനത്തെ ആക്ടിവിറ്റി. കവിത കി വിശ്ലേഷണാത്മക് ടിപ്പണി ലിഖേं. ഈ കവിതയുടെ വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: एकांत श्रीवास्तव द्वारा रचित कविता सिला बीनती लड़कियां ग्रामीण जीवन और श्रम के सौंदर्य का सुंदर चित्रण है. ഏകാന്ത് ശ്രീവാസ്തവ് എഴുതിയ സില ബീൻതി ലഡ്കിയാം എന്ന കവിത ഗ്രാമീണ ജീവിതത്തിന്റെയും മനുഷ്യന്റെ അധ്വാനത്തിന്റെയും സൗന്ദര്യം മനോഹരമായി ചിത്രീകരിക്കുന്നു. इस कविता में लड़कियां धान कटाई के बाद खाली खेतों में बचा हुआ अनाज सिला बीनती हैं. ഈ കവിതയിൽ കൊയ്ത്തു കഴിഞ്ഞ ശേഷം ശൂന്യനായ പാടങ്ങളിൽ ബാക്കിയുള്ള ധാന്യകണങ്ങൾ സില പെറുക്കുന്ന പെൺകുട്ടികളെയാണ് കാണിക്കുന്നത്. കവി इन लड़कियों की तुलना रंगीन चिड़ियों से करते हैं जो धूप में मेहनत करते हुए भी हंसती और गुनगुनाती रहती हैं. കവി ഈ പെൺകുട്ടികളെ വർണ്ണപക്ഷികളോട് ഉപമിക്കുന്നു. കഠിനമായ വെയിലിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോഴും അവർ ചിരിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നു. उनके चेहरे की खुशी गुलाबी रोशनी की तरह पूरी धरती पर फैल जाती है. അവരുടെ മുഖങ്ങളിലെ സന്തോഷം പിങ്ക് പ്രകാശം പോലെ മുഴുവൻ ഭൂമിയിലാകെ പടരുന്നതായി പറയുന്നു.
अंत में कवि कहते हैं कि जिस प्रकार पक्षी के चले जाने के बाद भी जल में उसका संगीत बचा रहता है, वैसे ही इन लड़कियों के जाने के बाद भी खेतों में उनका प्रभाव और उपस्थिति बनी रहती है. പക്ഷി പറന്നുപോയാലും അതിന്റെ സംഗീതം വെള്ളത്തിൽ ശേഷിക്കുന്നതുപോലെ ഈ പെൺകുട്ടികൾ പോയ ശേഷവും അവരുടെ സ്വാധീനവും സാന്നിധ്യവും പാടങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് കവി പറയുന്നു. കുട്ടികളെ, ഇതോടെ നമ്മുടെ പാഠത്തിലെ ആക്ടിവിറ്റികളും പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി.